ഹായ് ഗൈസ്, പത്തരമാറ്റ് സീരിയലിന്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവയാനിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം കുടിച്ച പാലിലെ വിഷമാണെന്നറിയാണ് ആദർശ്. അപ്പോൾ ഇത് ചെയ്തത് അനാമികയും അവളുടെ അമ്മയും ആയിരിക്കുമെന്ന് ആദർശിന് മനസ്സിലാകാണ്. അങ്ങനെ അനാമികയും അമ്മയും ചോദ്യം ചെയ്യാണ് ആദർശ്. ആ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മുത്തശ്ശനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നവ്യ മുത്തശ്ശനോട് പറയുന്നുണ്ട്, ഈ പാലിൽ വിഷം ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ആരാണെന്നുള്ള കാര്യം മുത്തശ്ശൻ അറിയാലോ എന്ന് പറയും. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, എന്താണ് നീ പറഞ്ഞത് മുത്തശ്ശ? ഇവളുമാരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ, ഇവളും ഇവളുടെ അനിയത്തി എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ്, അനാമിക എടി പൊടി എന്നുള്ള വിളിയും സംസാരമൊന്നും ഇവിടെ വേണ്ട. അനാമികയെക്കാളും മൂത്തതാണ് നവ്യയും നയനയും, അനാമികയുടെ ജ്യേഷ്ഠത്തിമാരാണ്. അതുകൊണ്ട് എടി എന്നുള്ള വിളിയൊന്നും വേണ്ട എന്ന് പറയാണ്. അല്ല, ഇവരെയൊക്കെ പിന്നെ ഞാൻ എന്ത് വിളിക്കാനാണ് മുത്തശ്ശ? ഇവളുടെ അനിയത്തി നയന എടുത്തു വെച്ച പാലിലാണ് ആ വിഷം ഉണ്ടായിരുന്നത്. അതാണ് വല്യമ്മയ്ക്ക് കൊടുത്തത്. പാവം വല്യമ്മ ആശുപത്രിയിലുമായെന്ന് പറയുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, ആവശ്യമില്ലാതെ ഒരാളെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? എങ്ങനെയാണെന്ന് അറിയാതെ ഇങ്ങനെ കുറ്റാരോപണം നടത്തുന്നത് ശരിയാണോ? അപ്പോഴേക്കും അനാമികയുടെ അമ്മ രേവതി പറയാണ്, അത് അവൾക്ക് ദേവേടത്തി എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. മോക്ക് ഏറ്റവും ഇഷ്ടം ദേവേടത്തിയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ദേവേടത്തി ആശുപത്രിയിലായപ്പോൾ മോക്ക് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, എങ്ങനെയൊക്കെ സംസാരിച്ചാലും ഒരാളെ വെറുതെ കുറ്റം ആരോപിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇപ്പം അനാമികയുടെ നേരെയും കുറ്റം ആരോപിക്കാമല്ലോ. നിങ്ങളായിരിക്കും ഇത് ചെയ്തതെന്ന് വേണമെങ്കിൽ നവ്യയ്ക്കും നയനയ്ക്കും പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുക. അപ്പം അനാമിക പറയാം, ഇത്രയധികം തെളിവുണ്ടായിട്ടും ഇനി ഞങ്ങളുടെ നേരെയാണോ ഇതിന് വരുന്നത്? ഞങ്ങൾക്ക് എന്താ? എനിക്ക് വല്യമ്മ എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. വല്യമ്മയെ ഞാൻ ഇങ്ങനെ ഉപദ്രവിക്കുമോ? പിന്നെ അപ്പം നവ്യ പറയാണ്, വല്യമ്മയെ ഉപദ്രവിക്കാൻ തന്നെ ചെയ്തതാണോ എന്നറിയില്ല. അതോ നിങ്ങളെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് എന്നെ കൊല്ലാനോ എൻ്റെ കുഞ്ഞിനെ കൊല്ലാനോ വേണ്ടി ചെയ്തതാണെങ്കിലോ? അപ്പോഴേക്കും ഉടനെ രേവതി പറയാം, കേട്ടോ, ഞങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇവളുമാരൊക്കെ പറയുന്നത്. അപ്പം മുത്തശ്ശൻ ചോദിക്കുകയാണ് നവ്യോട്, നവ്യ എന്താ അങ്ങനെ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ ചെയ്യുമെന്ന് നവ്യക്ക് തോന്നുന്നുണ്ടോ? അപ്പം നവ്യ പറയാം, തോന്നുന്നൊക്കെയുണ്ട്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് കുടിക്കാൻ എടുത്തു വെച്ച പാലിൽ ഇത്രയും വലിയ വിഷം വരണമെന്നുണ്ടെങ്കിൽ അത് വല്യമ്മ കൊല്ലാൻ വേണ്ടി ആരും ചെയ്തതൊന്നും ആയിരിക്കില്ല. ഇത് എനിക്ക് വേണ്ടി ആരോ വെച്ച കെണിയായിരുന്നെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പം മുത്തശ്ശൻ പറയാണ്, ആരാ നവ്യെ അങ്ങനെയൊക്കെ ചെയ്യാനിവിടെ? അതാ എനിക്ക് ആദ്യം തന്നെ സംശയം എൻ്റെ ഭർത്താവിനെ അമ്മായിയമ്മയാണ്. പതിവില്ലാത്ത ഒരു സ്നേഹമൊക്കെ അബിക്കുണ്ടായിരുന്നു. ഇന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുപോവുകയും പുറത്ത് കറങ്ങാൻ പോവുകയും ഒക്കെ ചെയ്തു. അപ്പോഴേ എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നിയിരുന്നു. പിന്നെ ഇവരും ഒട്ടും കുറഞ്ഞതല്ല. എന്നെ കാണിച്ചു തരാമെന്ന് വെല്ലുവിളിച്ച ആളായി അനാമിക. അപ്പോൾ എന്തെങ്കിലും ചെയ്യുമോയെന്ന് നല്ല സംശയമുണ്ട്. അല്ലെങ്കിലും ഇവർ ഈ വീട്ടിൽ വന്നതിൽ പിന്നെ മുഴുവൻ പ്രശ്നങ്ങളാണ്. അപ്പോൾ രേവതി പറയാണ്, ഞങ്ങൾ വന്നതിൽ പിന്നെയാണോ ഇവിടെ പ്രശ്നങ്ങൾ? അതിനു മുമ്പ് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലേ? അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലും ഭയങ്കര രൂക്ഷമായിട്ടാണ് ഇപ്പം നിങ്ങൾ വന്നതിന് ശേഷം. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തലതല്ലി ചാവാതെ, എന്തായാലും ഇത് ആരോ ചെയ്തതാണ്. അല്ലെങ്കിൽ ദേവയാനി മനഃപൂർവ്വം ചെയ്തതായിരിക്കണം. ദേവയാനിക്കിപ്പം അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. ദേവയാനി അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. അതുകൊണ്ട് ഇതാ ആരോ ചെയ്തതാണ്. ആരാണ് ആ പാലിൽ വിഷം ചേർത്തതെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞാൽ മതിയല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും ഉടനെ അനാമിക പറയണ, വേറെ ആരാണ്? ആ നയന തന്നെയാണ് ഇത് ചെയ്തത്. നയന ഇത് വിഷം ചേർത്ത് വെച്ച് വല്യമ്മയ്ക്ക് കൊടുത്തതാണ്. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, അതെങ്ങനെയാണ് അനാമിക ശരിയാവുന്നത്? ദേവയാനി ദിവസവും പാലൊന്നും കുടിക്കാറില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നയനമോൾ അറിയുന്നത് ദേവയാനിക്കുള്ള പാലാണെന്ന്? എന്നാൽ പിന്നെ ഇവളുടെ അനിയത്തി ഇവൾക്ക് വേണ്ടി തന്നെ വച്ച പാലായിരിക്കും. അപ്പോഴേക്കും നവ്യ അങ്ങോട്ട് വരികയാണ്. എനിക്ക് വേണ്ടി വെച്ച പാലാണെങ്കിൽ അവൾ രണ്ടാമത് പാല് തിളപ്പിച്ച് തന്നപ്പം അതിലും വിഷം ചേർത്ത് തരാൻ മേലായിരുന്നോ? അതൊന്നും എനിക്കറിയില്ല. പിന്നെ ആര് ചെയ്തെന്നാണ് പറയുന്നത്? ഇതിലൊന്നും പെടാത്ത ഞങ്ങളോ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ്, നിങ്ങൾ ഈ സംസാരമൊക്കെ ഒന്ന് നിർത്ത് എന്ന് പറയാം. ഇതേ സമയം ഹോസ്പിറ്റലാണെങ്കിൽ ഡോക്ടർ പറയുകയാണ് കേട്ടോ, ഇത് കുറച്ച് കോംപ്ലിക്കേഷനൊക്കെ ഉണ്ട്. എന്തായാലും ക്രിട്ടിക്കൽ സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ എന്താണ് വിഷം എന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനമായിട്ടുണ്ട്. അബോഷന് വേണ്ടിയിട്ടൊക്കെയുള്ള ചെറിയ മരുന്നാണിത്. അതുപോലെ തന്നെ ഈ മരുന്ന് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പാമ്പിൻ വിഷം ചെല്ലുന്നത് പോലെ തന്നെയാണ്. ശരീരമാസകലം ഭയങ്കര വേദനയായിരിക്കും. മരണവേദനയാണ് അനുഭവിക്കേണ്ടി വരിക എന്നൊക്കെ പറയുമ്പം ആദർശം നയനയും വിഷമിക്കുകയാണ് കേട്ടോ ദേവയാനിയുടെ അവസ്ഥ ആലോചിച്ചിട്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതെങ്ങനെയാണ് ഉണ്ടായതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ അമ്മ സ്വയം കഴിക്കില്ല എന്ന് നിങ്ങൾ ഉറപ്പ് പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ അവരെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം ആരോ ചെയ്തതായിരിക്കാം എന്ന് പറയാണ്. അപ്പോൾ ആദർശ് നയനോട് പറയാണ്, നയനെ ആരായിരിക്കും ഇത്?
എനിക്കറിയില്ല ആദർശേട്ടാ, ഞാൻ നവ്യേച്ചിക്ക് വേണ്ടി എടുത്ത് വച്ച പാലാണത്. അത് ആരാണതിൽ അത് ചേർത്തതെന്നുള്ള കാര്യം എനിക്കറിയില്ല എന്ന് പറയാന്. നമ്മൾ വിചാരിച്ച പോലൊക്കെ തന്നെയായിരിക്കും നയനെ കാര്യങ്ങൾ. കാരണം അവിടെ അപ്പച്ചിയും അബിയുമാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത് അനാമികയും അവളുടെ അമ്മയും കൂടിയാണോ ചെയ്തതെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. നവ്യയോട് അവർക്ക് നല്ല ദേഷ്യമുണ്ടായിരുന്നു. ഇപ്പം ഇനി നവ്യയെ അപായപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്തതായിരിക്കാം. അത് നിന്റെ തലയിൽ വെച്ച് കെട്ടുകയും ചെയ്യാലോ. അപ്പോൾ നയന പറയണം, അതെ, എന്ത് വന്നാലും എൻ്റെ തലയിൽ എടുത്തിടാനേ അനാമിക നോക്കുള്ളൂ. അത് തന്നെയായിരിക്കും ഇപ്പോഴും സംഭവിച്ചത്. പാവം അമ്മയ്ക്കാണ് അത് ഏറ്റത്. എന്തായാലും നവ്യേച്ചിയുടെ കുഞ്ഞിനൊന്നും വന്നില്ലല്ലോ, അത് തന്നെ ഭാഗ്യം എന്ന് പറയണം. അപ്പോൾ ആദർശ് പറയാണ്, എന്തായാലും ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണം. അനന്തപുരി കിടന്ന് ഇങ്ങനൊന്നും കളിക്കാൻ ഇവരെ അനുവദിച്ചുകൂടാ. അമ്മയുടെ അസുഖത്തിന് എന്തെങ്കിലും ഒരു ഭേദം ഉണ്ടാകട്ടെ, അതിനുശേഷം ഞാൻ അങ്ങോട്ട് ചെല്ലും. ഇതിൻ്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കുക തന്നെ ചെയ്യും. അമ്മയെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചെന്നും വീട്ടിൽ ഇങ്ങനെ മറ്റുള്ളവരെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേസ് കൊടുക്കും. അനാമിക അവളുടെ അമ്മയെ അഴിയെണ്ണണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ കയറിയാണ് അവൾ കളിച്ചത് എന്ന് ആദർശ് പറയുമ്പോൾ നയന പറയാണ്, ആദർശേട്ട ഇപ്പം പറയണ്ട, അമ്മയുടെ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ലാതെ രക്ഷപ്പെടാൻ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാമെന്ന് പറയാണ് കേട്ടോ. അതിനൊക്കെ ശേഷം ആദർശം നയനയും കൂടി വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് തന്നെ ഉമ്മറത്തുണ്ട് കേട്ടോ നമ്മുടെ അനാമികയും രേവതിയും കൂടി. നവ്യയും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നവ്യ ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് നയനയോട്, എങ്ങനെയുണ്ട് വല്യമ്മയ്ക്ക് എന്ന് ചോദിക്കുമ്പം നയന പറയാണ്, ഇത്തിരി ക്രിട്ടിക്കലാണ് ഡോക്ടർ പറഞ്ഞു. എന്നാലും ആ വലിയ ഒരു പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. എന്നാലും ഉഗ്രവിഷമാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നത്. അതെങ്ങനെ ചെയ്യുന്നൊന്നും അറിയില്ല, ആരത് ചെയ്തൊന്നും അറിയില്ല. എന്തായാലും അമ്മ തനിയെ അത് ചെയ്യുമെന്ന് ആരും വിശ്വസിക്കുന്നുമില്ല. പിന്നെ എന്താണ് ഉണ്ടായതെന്ന് അറിയില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും ഉടനെ അനാമിക പറയും, എന്താ ഉണ്ടായെന്ന് നിനക്കറിയില്ലല്ലേ? ഈ വീട്ടിൽ ഇക്കാര്യം അറിയാവുന്ന ഒരേ ഒരാൾ നീയല്ലേ നയനെ? അപ്പം നയന ചോദിക്കുക, അനാമിക ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നീ വരരുത്. ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ അനാമികയെ വന്നത്. ഓ, നീ പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ ഇതൊക്കെ ചെയ്തത്? നിന്റെ ചേച്ചിയെ കൊല്ലാൻ വേണ്ടി നീ ചെയ്തതല്ലേടി ഇത്? അവളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളത് നിനക്കങ്ങ് സഹിക്കുന്നില്ലല്ലേ? കാരണം നീ എൻ്റെ കല്യാണമല്ലേ ആദ്യം കഴിഞ്ഞത്. ഇതുവരെ നിനക്കൊരു കുഞ്ഞിക്കാലി കാണാൻ പറ്റിയില്ലല്ലോ. നിന്റെ ചേച്ചിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായപ്പോഴേക്കും നിനക്ക് ദേഷ്യമാണ്. അതിനുവേണ്ടി നീ മനഃപൂർവ്വം ചെയ്തതല്ലേടി ഇത്? അനാമിയെ പറയുന്നതൊക്കെ വളരെയധികം കൂടിപ്പോകുന്നുണ്ട് കേട്ടോ എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ നവ്യയും പറയാണ്, അനാമികയെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ സംസാരിക്കരുത്. ഞാനും എൻ്റെ അനിയത്തിയും തമ്മിലുള്ള പ്രശ്നമാണിത്. അവൾ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുകയെന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പാണ്. പിന്നെ നീ അതിൽ ഇടപെടാനൊന്നും വരണ്ടെന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും ദേവതയും പറയാണ്, പിന്നെ ആരാ, ഞങ്ങളാണോ അതിന് ശ്രമിച്ചത്? എന്തായാലും അവിടെ കാച്ചി വെച്ച പാലിൽ വിഷം ഉണ്ടായിരുന്നു. അത് ദേവയെടുത്ത് കുടിച്ചു, ആശുപത്രിയിലാവുകയും ചെയ്തു. ഇതിപ്പം നവ്യ കുടിച്ചിരുന്നെങ്കിൽ അവളായേനെ. ഇവള് മനഃപൂർവ്വം ചെയ്തതാ. ഒന്നെങ്കിൽ ദേവയെടത്തിയെ കൊല്ലാൻ, അല്ലെങ്കിൽ നവ്യയുടെ കുഞ്ഞിനെ കൊല്ലാൻ. ഇതിനു വേണ്ടി ഈ നയന തന്നെ ചെയ്തതാ എന്ന് പറയാണ് രേവതി. അപ്പോൾ ഇതൊക്കെ അങ്ങ് കേട്ട് നിൽക്കുമ്പം ആദർശന് അങ്ങ് ദേഷ്യം വരികയാണ്. ആദർശ് പറയുന്നുണ്ട്, നിങ്ങളാരാ ഇതൊക്കെ പറയാൻ? നയനെ ഇത് ചെയ്തതെന്ന് നിങ്ങൾ കണ്ടോ? നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? അപ്പോൾ രേവതി പറയാണ്, ഇതിപ്പോൾ എന്ത് തെളിവാണ് ഇനി വേണ്ടത്? ഏതായാലും പാലിൽ വിഷം ചേർന്നു, അത് എടുത്ത് കുടിച്ചു. എടത്തിയോട് ഇവക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. കാരണം നിങ്ങളുടെ രണ്ടിൻ്റെ ഹണിമൂൺ വേണ്ടെന്ന് വെപ്പിച്ചത് ദേവേടത്തിയല്ലേ? അതിൻ്റെ ദേഷ്യം 2 പേർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ 2 പേരും കൂടെ പ്ലാൻ ചെയ്തതാണോ എന്നും എനിക്ക് സംശയമുണ്ട്. എന്നിട്ടിപ്പോൾ എൻ്റെ മോളെ കുറ്റപ്പെടുത്തുന്നു. അപ്പോഴേക്കും ആദർശ് പറയാണ്, നിങ്ങൾ അനന്തപുരിയിലെ കാര്യങ്ങൾ തീരുമാനിക്കാറായിട്ടില്ല. ഇവിടെ വന്ന വെറും ഒരു മരുമകൾ മാത്രമാണ് നിങ്ങളുടെ മകൾ. അവളെ അനി പോലും അംഗീകരിച്ചിട്ടില്ല ഇതുവരെ. അങ്ങനെയുള്ള നിങ്ങൾ ഇവിടെ വന്ന് അനന്തപുരിയിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? നിങ്ങളാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ മകളും കൂടിയാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. എന്തായാലും ഇതിനൊക്കെ ഒരു തെളിവ് വരും. എന്തായാലും ഇത് ഞാൻ കണ്ടെത്തിയിരിക്കും. കാരണം എന്തായാലും ഈ നാട്ടിൽ പോലീസും കേസും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ളപ്പോൾ ഇതിന് തെളിവ് അവരങ്ങ് ശേഖരിച്ചോളും. ആരും രക്ഷപ്പെട്ടെന്നൊന്നും കരുതണ്ട. നിങ്ങളെല്ലാം ഇച്ഛ വരപ്പിച്ചിട്ടേ ഞാൻ പോവുള്ളൂ. എൻ്റെ അമ്മയെ കൊല്ലാനാണ് നീയൊക്കെ ശ്രമിച്ചതല്ലേ? എൻ്റെ അമ്മ ഇപ്പോൾ അവിടെ കിടന്ന് അനുഭവിക്കുന്ന മരണവേദനയുണ്ടല്ലോ, അതൊക്കെ നീയൊക്കെ അനുഭവിച്ചിരിക്കും. അത് ഈ ആദർശ് അനുഭവിച്ചിരിക്കും. പോരാത്തതിന് നയനെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തുന്നതും നല്ലതല്ല. ഈ കുടുംബത്തിൽ മര്യാദയ്ക്ക് ജീവിക്കാവുന്നുണ്ടെങ്കിൽ നിനക്കൊക്കെ ജീവിക്കാം. അനി പോലും നിന്നെ അംഗീകരിച്ചിട്ടില്ല അനാമികയെ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും പോലീസും കേസും ഒക്കെ വരുമെന്ന് കാണുമ്പോഴേക്കും അനാമികയും രേവതിയൊക്കെ അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തായി തീരുമെന്ന് ഓർത്ത് വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്